ലോക്കറ്റ്. ഇതെന്ത് ശരിക്കും? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഹെൽമെറ്റെല്ലാം അഴിച്ചിട്ട് ഇൻട്രോ എടുക്കണമെന്ന് വിചാരിച്ചത്, പക്ഷേ കുറേ സമയം നമുക്കൊരു തണലുള്ള സ്ഥലം ഇവിടേക്ക് ഉണ്ടോന്ന്, പക്ഷെ എവിടെയില്ല. ഫുള്ള് വെയിലാണ്. പക്ഷെ വെയിലിൻ്റെ നല്ലൊരു ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ, ചെറിയ തണുപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എവിടെയെന്ന് പറയിച്ചാലോ, ഞാനിപ്പോൾ ഉള്ളത് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേലാണ്. ഞാൻ കുറേ സമയം റെസ്റ്റോറൻറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ ഒരു നല്ല വൃത്തിയുള്ള റെസ്റ്റോറൻറ്റ് അവിടെ കാണാനില്ല. അപ്പോൾ കിട്ടുമായിരിക്കും. ഇപ്പോൾ ഏകദേശം പിന്നെ 70 കിലോമീറ്ററും കൂടി ഉണ്ട് ബാംഗ്ലൂരിലേക്ക്. അപ്പോൾ ഏകദേശം ഒരു 20 കിലോമീറ്റർ അതിനങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ എവിടെയില്ല. അപ്പോൾ ഞാൻ വരുമ്പോൾ മാക്കൂട്ടേന്ന് ഒരു ചായയും ഇലയടിയും കഴിച്ചിട്ട് വന്നേന്ന്. വീട്ടിൽ നിന്നൊരു ഉപ്മാവും കഴിച്ച്. നിങ്ങൾ വിചാരിക്കല്ലേ ഫുൾ ടൈം തീറ്റയെന്ന്. അത് നല്ല നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ തണുപ്പും ഒന്നും വയറ്റി ഉണ്ടാവില്ല. ഇപ്പം നല്ലോണം വിഷക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്നൊരു റൈഡിൻ്റെ ആവശ്യത്തിനാണ് ബാംഗ്ലൂർ വന്നിട്ടുള്ളത്. അപ്പോൾ റൈഡ് ശരിക്കും നാളെയാണ്. ഹോഗനക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 125 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽസിൽ പിന്നെ പറയട്ടെ. വിഷന്ന് ഹോട്ടൽ കത്താൻ തുടങ്ങി. പ്രേക്ഷിത വെള്ളം വാങ്ങിച്ചിട്ട് കുറച്ച് കുടിച്ചിട്ടില്ല. കാരണം വെച്ചാൽ നല്ല ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. മധുർ ടിഫാനി, ബർത്ത് പ്ലേസ് ഓഫ് മധുർ വടേ. മധുർ വടേൻ്റെ ബർത്ത് പ്ലേസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ഒന്ന് ഉണ്ടെങ്കിൽ കഴിച്ചു നോക്കണമല്ലോ. ഇതാണ് കേട്ടോ മധുർ വടേ. ഇത് പായസം. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് അവിടെ പുറത്ത് കൊടുക്കാം. പിന്നെ ഓക്കെ ഓക്കെ, താങ്ക് യു. ചോറ് ഞാൻ കുറച്ച് മതി എന്നിട്ട് ആദ്യം കൊണ്ടുവന്ന് ഒരുപാടായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് മതി എന്നിട്ട് കുറക്കാൻ പോയതാണ്. മോര്, പിന്നെ ബീട്രൂട്ടിൻ്റെ തോരൻ, പിന്നെ എന്താ സംഭവം വെജിറ്റബിൾ കുറുമ. അത് പൂരിക്ക് വേണ്ടി. പൂരി ഉണ്ട് ഈ പപ്പടത്തിൻ്റെ അടി കേട്ടോ. 2 പൂരി, ഒരു പപ്പടം, അച്ചാർ, തൈര്, പിന്നെ സാമ്പാറും രസവും. കുഴപ്പമില്ല ഫുഡ്. ബീട്രൂട്ടിൽ മറ്റേ ഇതൂട്ട് കേട്ടോ, നമ്മളെ കറുപ്പ് കടലയില്ലേ, അത് വേവിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് സെറ്റായി വയറൊക്കെ നിറഞ്ഞപ്പോൾ നല്ലൊരു ആശ്വാസം. അപ്പോൾ കുറച്ച് സമയം കൂടെ അവിടെ ഇരിക്കാനല്ല ആദ്യം വിചാരിച്ചതന്നെ. പിന്നെ വിചാരിച്ച് വേണ്ട, ബാംഗ്ലൂർ ടൗണിൽ എത്തുമ്പോൾ നല്ല തിരക്കായിരിക്കും. അപ്പോൾ പിന്നെ അവരുടെ കുടുങ്ങിയിട്ട് ആകെ ടയേർഡാവും. പിന്നെ അവിടെ എത്തിയിട്ട് എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകാൻ പറ്റുമെന്നെങ്കിൽ പോകാമല്ലോ. എൻ്റെ കൂടെ അയ്മനാണ് റൂം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവൾ ബാംഗ്ലൂരാണ്. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഇത് ക്യാൻസൽ ആവേണ്ടതായിരുന്നു ഈ റൈഡ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ആയപ്പോൾ നല്ല തൊണ്ടായിരുന്നു. പിന്നാന്നേ ഉണ്ടായിന്. അപ്പോൾ പിന്നെ നമ്മളെ കൂടെന്ന് പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ മീറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിന് പോയപ്പോൾ ഒരു ചെറിയ ഐസ്ക്രീം കഴിച്ചതാണ്. പിന്നെ പണി കിട്ടി. അങ്ങനത്തെ കഴിച്ച് കഴിഞ്ഞാൽ പൊതുവേ എനിക്ക് പണി കിട്ടുന്നുണ്ട്. എനിക്ക് എനിക്ക് ഓർമ്മയില്ലാതെ എല്ലാവരും കൂടി അങ്ങനെ ഇരുന്നപ്പോൾ അങ്ങനെ കഴിച്ചു പോയതാണ്. അപ്പോൾ പിന്നെ ഇന്നലെ ആകുമ്പോഴേക്കും നല്ല തൊണ്ടവേദന. ഡോക്ടർക്ക് കാണിച്ച് ഡോക്ടർ പറഞ്ഞ് ഈ റൈഡ് ക്യാൻസൽ ആക്കിക്കൂടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ക്യാൻസലാക്കാൻ പറ്റില്ല അതെല്ലാം പറഞ്ഞു. കാരണം ബാംഗ്ലൂർ നല്ല തണുപ്പല്ലാന്നല്ല. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞാൽ ക്യാൻസലാക്കാൻ പറ്റുമോ, ക്യാൻസലാക്കുന്നതാണ്. ഞാൻ പറയാം ക്യാൻസലാക്കാൻ പറ്റില്ല, എന്തായാലും ഇറങ്ങി അപ്പോൾ പോകാൻ. കാരണം പിന്നെ നമ്മൾ ക്യാൻസലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫുൾ ക്യാൻസലാകുള്ളൂ. ഇപ്രാവശ്യം ഒരുപാട് ഗുളികയും മരുന്നൊക്കെ ഉണ്ട് റൈഡിന് വരുമ്പോൾ. അടിപൊളി ബ്ലോക്കായിരുന്നു. ഒരു 7 കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ 1/2 മണിക്കൂർ ഇട്ടത്. ഇത്രയും സമയം റൈഡ് ചെയ്തിട്ട് ഒരു ക്ഷീണം ഉണ്ടായില്ല. പക്ഷേ ഉണ്ടല്ല, ബാംഗ്ലൂരിൽ എത്തിച്ചത് അങ്ങനെ ചായയും കുടിച്ചിട്ട് ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. ആ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എത്താൻ വേണ്ടി കാത്തു നിൽക്കാറ്. ഞാൻ കണ്ണൂരിൽ നിന്ന് വന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോ എൻ്റെ ഒരു അവസ്ഥ. എവിടെ പോയാലും ഈ കാത്തുക്കൽ തന്നെ എൻ്റെ ഒരു വിധി. അങ്ങനെ ഫൈനലി നമ്മളിതാ ഹോട്ടലിൻ്റെ മുമ്പിലെത്തിയ. ഇനി ചെക്ക് ഇൻ ചെയ്യണം. അങ്ങനെ ഗായ്സ്, ഇതാണ് നമ്മൾ റൂമിലെത്തി. സമയം ഇപ്പോൾ 6:30 മണിയായ. ഇവളെ കാത്തു നിന്ന് എനിക്ക് മടുത്ത്. 3 കിലോമീറ്റർ ഓടിച്ച് വന്നതിനല്ല ക്ഷീണം പിടിച്ചത്, ഇവളെ കാത്തിട്ട് ആ റോഡ് സൈഡിൽ നിന്നതാണ്. ഒന്നാമത് വണ്ടികളെ പീക്കി നല്ല മറില്ല, ഒച്ചപ്പാടാണ്. ഓക്കെ, പിന്നെ അപ്പോൾ നമ്മളെ റൂം ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി നല്ല നീറ്റായിട്ടുള്ള റൂമാണ്. ഇതാണേ റൂം. വന്നപാടെ തന്നെ ബെഡിൻ്റെ മേലേക്കെല്ലാം ലഗേജെല്ലാം എടുത്ത് വെച്ച്. പിന്നെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നീറ്റിലൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് വേഗം തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. വാഷ്റൂമും ഒക്കെ അത്യാവശ്യം നല്ല നീറ്റെല്ലാം ഉണ്ട്. ഓക്കെ,
വാഷ്റൂം നീറ്റില്ല, പിന്നെ എല്ലാം പോയി. എന്നെക്കണ്ട കുറേ ഞാൻ ലഡാക്കിൽ പോയതിന് ശേഷം ഇപ്പം റെഡിൻ പാൻറ് എടുത്തിരുന്നത്. ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് പാകാവില്ലാന്ന്, പക്ഷേ ഇല്ല, സംഭവം സെറ്റ്. അപ്പോൾ ഇനി ഏതായാലും ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ, എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകണമെന്നുണ്ട്. ഇനിയിപ്പം നമ്മളെ ഐമൻ എന്താ പറയുന്ന അറിയില്ല, നോക്കട്ടെ. അവൾ വാഷ്റൂമിൽ കയറി ഫ്രഷ് ആകാൻ വേണ്ടി. അങ്ങനെ ഗൈസ് ഇതാ നമ്മൾ രണ്ടാളും ഫ്രഷ് ആയിട്ട് ഇറങ്ങാണ്. ഇനിയിപ്പോൾ നേരെ പോകുന്നത് എവിടെ? ഐമൻ സ്ട്രീറ്റ്. അവിടെ ഒരുപാട് പിന്നെ എന്താ പറയുക, സ്ട്രീറ്റ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മാച്ചും ഷീറൊക്കെ മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതുവരെ പോയിട്ടില്ല. അപ്പോൾ ഏതായാലും അവിടെ പോയിട്ട് ഒന്ന് റൗണ്ട് അടിക്കാനുള്ള പരിപാടിയാണ്. പുറത്ത് നല്ല തണുപ്പാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതാ ജാക്കറ്റെല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ പുറത്തിറങ്ങി തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ കിട്ടിടാൻ വർക്കുമോന്നൊന്നും അറിയില്ലേ, പോയി നോക്കാം. ഗായ്സ് ഇത് നോക്കി 7 മണിയൊക്കെ ഉള്ള ബ്ലോക്ക്, ഭയങ്കര വണ്ടികളാണ്. അപ്പോൾ ഈ ബ്ലോക്കിൽ നമ്മൾ ഏതായാലും വണ്ടി എടുത്തിട്ട് പോകാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് ഓട്ടോയിൽ പോകാമെന്ന് പറഞ്ഞതാണ്. ഓട്ടോ ബുക്ക് ചെയ്തിട്ട് ദൈവങ്ങൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയത്. ഞാൻ നമ്മുടെ നാട്ടിലും പോലെ ഓരോ ഓട്ടോ കാണുമ്പോൾ അതിൽ ചോദിക്കാതെ അപ്പോൾ ഇവൾ വെയിറ്റ് ഹീസ് കമ്മിങ് എന്ന് പറയുന്നുണ്ട്. നടക്കോ ഇപ്പം മലയാളം പഠിപ്പിക്കും ഞാൻ. എവിടെ എത്തി? അങ്ങനെ നമ്മൾ ഐമൻ ബുക്ക് ചെയ്ത ഓട്ടോ അയാൾ എന്നെ നല്ല എന്താ പറയുക ബുദ്ധിപരമായിട്ട് ക്യാൻസൽ ചെയ്ത്. കാരണം ആകെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് അയാൾ ഉള്ളത്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അയാൾക്ക് ഇവിടെ എത്തണമെങ്കിൽ കുറേ ടൈം എടുക്കും. അതുകൊണ്ട് അയാൾ ബുദ്ധിപരമായിട്ട് ക്യാൻസൽ ചെയ്ത്. ഓക്കെ. ഇപ്പം പറയുന്നത് വെച്ചാൽ നമുക്ക് നടന്നിട്ട് നമ്മുടെ നാട്ടിലെ പോലെ പിടിക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇതാ പറയുന്നത്, വലിയ ആൾ പറയുന്നത് കേൾക്കണമെന്ന്. ഒന്നും മനസ്സിലാവില്ല, വെറുതെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പിന്നെ ഈ നാട്ടിലെ ഭാഷ അറിയുന്നതുകൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ സ്ട്രീറ്റിലേലും പോയി കഴിഞ്ഞാൽ ബാർഗൻ ചെയ്യാൻ ഒരാളായി. എനിക്ക് കന്നഡ കൊത്തുക്കോ കിത്തക്കോ എന്നും പറയുന്ന ഒന്നും മനസ്സിലാവില്ല കേട്ടോ. എങ്ങനെയല്ലോ ഹിന്ദി ഇംഗ്ലീഷെല്ലാം ഇങ്ങനെ എന്താ പറയുക, അതും ഫുള്ളായിട്ടൊന്നും അറിയില്ല. അതാണ് ചെറുതിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണത്. നല്ല യെല്ലോ കളർ സ്ട്രീറ്റ്. അയ്യോ, ഏതൊക്കെ ചേട്ടൻ്റെ പിന്നിൽ കയറി ഇരുന്നാലോ? ആക്സെപ്റ്റഡ്. ഓക്കെ. ഈ ചിരി എന്തിനാണെന്നറിയാ, ഒരാളെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ആൾ ക്യാൻസലാക്കി, ഇപ്പോൾ ഒരാളെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ക്യാൻസലാക്കിയിട്ടുണ്ടെങ്കിൽ ചിരി പോവേ. നാളത്തെ റൈഡിലുണ്ടല്ലോ ബാംഗ്ലൂരിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ കേരളത്തിൽ വരുന്നവർ നല്ല സ്വെറ്ററെല്ലാം എടുത്തിട്ട് വന്നോന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ സ്ട്രീറ്റിലൂടെ എല്ലാം നടക്കുമ്പോൾ ചെറിയ തണുപ്പുണ്ട്. അങ്ങനെ വന്നില്ല. യെസ്, രക്ഷപ്പെട്ടു. അങ്ങനെ ബാംഗ്ലൂരിൻ്റെ തെരുവിലൂടെ ഓട്ടോയിലൊരു യാത്ര. ഗായ്സ് അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തി കേട്ടോ, സ്ട്രീറ്റിലെത്തി. ഫുള്ളും തിരക്കാണ്. ഇന്ന് സാറ്റർഡേ നൈറ്റ് ആയതുകൊണ്ട് പബ്ബും എല്ലാം ഓപ്പണാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, മൊത്തം ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങി കുറേ നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് ഈ സ്ട്രീറ്റിൽ. എല്ലാം കോളേജ് പിള്ളേരുടെ തന്നെ ഇടുന്നല്ലേ, കോളേജ്. ഐമന് ഇവിടുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടാ. നിങ്ങൾക്ക് ഇത് തന്നെ വേണം എന്നും പറഞ്ഞാൽ ചിരിക്കുന്നത്. എൻ്റെ ഓട്ടോക്കാരനോട് പറഞ്ഞ അവിടെ എൻട്രൻസിൽ കൊണ്ടുവിട്, എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞേ. വാവ്, ശോഭ. ഓക്കെ, താങ്ക് യു ഭയ്യ. എന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ നടത്താണ് കേട്ടോ. ഉള്ള എല്ലാ കോളേജ് പിള്ളേരും എല്ലാം ഉണ്ട്. മൊത്തം നല്ല തിരക്കാണ് സാറ്റർഡേ നൈറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഏതായാലും നമുക്ക് നടന്ന് നോക്കാം. ഇതുപോലത്തെ നമ്മൾ ഐമൻ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നതാ. ഇതൊക്കെ ഒരുപാട് മറ്റേ ഇതൊക്കെ ഉണ്ട്, കമ്മലും പിന്നെ ലോക്കറ്റ്. ഇതെന്താ ശരിക്കും പേപ്പർ ഉണ്ടാക്കി വെച്ചതും ഉണ്ട് കേട്ടോ. മാല, ലോക്കറ്റ്, കീ ചെയിനൊക്കെ ഉണ്ടല്ലോ ഇവിടെ. They're all natural flowers preserved in parks. I am into resin artist. അല്ല, ഭയങ്കര തിരക്കാണ്. അവിടെ വീഡിയോസ് ഒന്നും കൂടുതലൊന്നും എടുക്കാൻ കഴിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവിടെ എല്ലാം ആൾക്കാരുണ്ടാവും. നമ്മൾ ജീൻസിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ചെറു ലെവീസിനാണ് ജീൻസ് നോക്കാൻ പറഞ്ഞത്. അത് നോക്കിയേ, ട്രെൻഡി.
പിന്നെ ജീനും കുറേ കളറുണ്ട്, പക്ഷേ ഇതിൻ്റെ സൈസിനുള്ളത് ആകെ ഇത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുറേ സമയത്തെ നോക്കലിനൊടുവിൽ ഇതായി ഈ ഒരു ബ്ലൂ ഷിറൂന്, പിങ്ക് മാച്ചുവിന്, പിന്നെ ജീന് ഷിറൂന്. ഓക്കെ, നമ്മൾ നടന്ന് ഇതാ ഫോറം മോളിൻ്റെ അടുത്ത് എത്തിയേ. പിന്നെ ഇവിടുന്ന് ഫുഡ് കഴിക്കാനെല്ലാം ആരും വിചാരിച്ചിരുന്നു, പക്ഷേ ഈ അയിമൻ സമ്മതിക്കുന്നില്ല. അവൾ പറഞ്ഞു വെച്ചാൽ ഇപ്പം ആയാലും ഓട്ടോ പെട്ടെന്ന് കിട്ടും, അപ്പം നമുക്ക് വേഗം റൂമിൽ പോവാം, എന്നിട്ട് അവിടുന്ന് എവിടെന്നെങ്കിലും കഴിക്കാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ബദാം മിൽക്കാണ്, ഇതെല്ലാം ബീഫ് ഐറ്റംസ് ആണ് മൊത്തം ഉള്ളത്. പിന്നെ അതാ ഫ്രണ്ടിൽ നിന്ന് കബാബ് ഉണ്ടാക്കുന്നുണ്ട്, ഷീഖ് കബാബ്. അയിമനില്ല ഗോളി സോഡ ആൻഡ് ഷവർമ. ഫോൺ രക്താന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതാ ബദാം മിൽക്ക് വാങ്ങിച്ചു. ഗോലി സോഡ അത് കുടിക്കാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ തൊണ്ട പണിമുടക്കിയോണ്ട് വലുതാക്കി. ഗോലി സോഡ ഇപ്പോൾ കുടിക്കുന്നുണ്ടേ. ഇങ്ങടി വേണ്ടാടി, രാവിലേക്ക് തൊണ്ടവേദന ആകൂടി, ഒന്നും മനസ്സിലാവില്ല. അതാക്കുന്നുണ്ടോ? യാ യാ ഓക്കെ, ഓപ്പൺ ഇറ്റ്. ഇത്തിരി പുളിക്കും. ഒന്നരടച്ചിരിക്കുന്നുണ്ട് പാവം. യാ, ഹൗ ഇസ് ഇറ്റ്? No, I don't want it. Taste. No, throat pain. ബീഫ് കബാബ് ബദാം മിൽക്കാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓട്ടോ ഒന്നും പിടിക്കാൻ നിന്നിട്ടില്ലേ, കുറച്ച് ദൂരം നടക്കാനുള്ളതുകൊണ്ട് ഇതാ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുന്നത്. ഇപ്പം തന്നെ 11 മണി കഴിഞ്ഞ് രാവിലെ എണീച്ചിട്ട് പിന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. 5:30 ആകുമ്പോഴേക്ക് ഇവിടുന്ന് ഇറങ്ങണം, എന്നാലും ഒരു 5:45 ആകുമ്പോഴേക്ക് നമ്മൾ പിന്നെ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തുള്ളൂ. ഏകദേശം ഒരു 4 കിലോമീറ്റർ അങ്ങനെ ഉള്ളൂ. പിന്നെ രാവിലെ ആകുമ്പോൾ എന്ന് വെച്ചാൽ സിഗ്നലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഏതായാലും വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.